ഇനി മേലെ എന്റെ പെങ്ങടെ പുറകെ നടന്നാ നീ ഒന്നും പുറഞ്ഞോൻ കാണില്ല. ഞാൻ അവനോട് പറഞ്ഞ് മനസ്സിലാക്കാം. എനിക്ക് കിട്ടിയ ഓരോ അടിക്കും ഞാൻ പകരം ചോദിക്കും. നിന്നോടൊക്കെ ചെയ്തതിന്റെ ഫലമായിരിക്കും വേഷായി കിട്ടി. ആരോ ദിഗംബരൻ. പണിയെ പറ്റിച്ചാലോടാ അനൂപേ നീ. എന്താ സമയത്ത് ഈ വഴി? ഡ്യൂട്ടി കഴിഞ്ഞ് എന്ന് ഈ സമയത്താ ഞാൻ വരാറ്. ഓ, നമ്മൾ ഇതിനു മുന്നേ ഈ വഴി വെച്ച് കണ്ടിട്ടില്ലല്ലോ. നിങ്ങളാരാ? ഈ സ്ഥലം പണ്ടൊരു കൊടും കാടായിരുന്നു. ഇവിടെ ഒരു കൊച്ചമ്പലവും അതിനെ ചുറ്റിപ്പറ്റി കുറച്ച് ആൾക്കാർ, കുറച്ച് കുത്തക മുതലാളികൾ വന്ന് ഈ സ്ഥലമെല്ലാം കയ്യേറി ആളുകളെല്ലാം കൊന്നു തള്ളി കുഴിച്ചിട്ടിട്ട് ഇന്നേക്ക് 50 വർഷമായി. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കാമോ? അപ്പൊ നിങ്ങൾ ഇതുവഴി ഇറങ്ങി നടക്കുന്നതോ? ഞാനായിരുന്നു ആ അമ്പലത്തിലെ ശാന്തിക്കാരൻ. എന്നെയാണ് അവരാദ്യം കൊന്നു കുഴിച്ചു മൂടിയത്. നീ എന്തോ പരിപാടിയെ കാണിച്ചത്? അയാൾ അവിടെ ചത്തില്ല എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. പൊന്നു മോനെ, അയാൾ എങ്ങാനും ചത്ത നീ അകത്താണ്. ഏതാണ് നീ എന്തോന്നാണ് ഈ പറയുന്നത്? എന്റെ ഭാവി അളിയേ. ഓ അങ്ങേരോ? അതിന് ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, ചെയ്യാൻ പോണല്ലേ ഉള്ളൂ. അപ്പൊ ആ പ്രേതം? പ്രേതം? നീ എവിടുന്ന് മാട്ട സാധനം അടിച്ചിട്ട് വന്നത്? എടാ, ഇന്നലെ അയാളെ ആരോ പേടിപ്പിച്ചിട്ട് അവിടെ പാതി ചത്ത അവസ്ഥയിൽ കിടപ്പുണ്ട്. ഞാൻ ഇപ്പോൾ പോയി കണ്ടിട്ട് വന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ മാത്രമല്ല ശത്രുവായിട്ടുള്ളത്. ഇനിയിപ്പം നിന്റെ കാര്യം ഈസി ആയില്ലേ? എന്താ സമയത്ത് ഈ വഴി? നമ്മൾ ഇതിനു മുന്നേ ഈ വഴി വെച്ച് കണ്ടിട്ടില്ലല്ലോ. ഇവിടെയൊക്കെ പണ്ടൊരു കൊടും കാടായിരുന്നു. ഇവിടെ ഒരു കൊച്ചമ്പലവും അതിനെ ചുറ്റിപ്പറ്റി കുറച്ചാൾക്കാർ. ആ അമ്പലത്തിലെ ശാന്തിക്കാരനായിരുന്നു ഞാൻ. അവർ ആദ്യം എന്നെയാണ് കൊന്നു കുഴിച്ചു മൂടിയത്.